ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മമ്മി ചേച്ചി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് നമ്മൾ ക്രൂസിനൊക്കെ പോയി. പിന്നെ അതിൻ്റെയും കുറേ വീഡിയോസൊക്കെ ഇനി ഇടാനായിട്ടുണ്ട്. ക്രൂസിന് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഡാളസിലേ പോയുള്ളൂ. അപ്പം നമ്മളൊരു 4-5 ദിവസത്തെ ട്രിപ്പിനായിട്ട് നമ്മൾ പോകുന്നെന്ന് പറയുന്നത് അർക്കൻസാസ്, പിന്നെ മിസോറി, ബ്രാൻസൺ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഡാളസിൽ നിന്ന് നമുക്കൊരു 6-7 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട് വിത്തൗട്ട് ട്രാഫിക്ക്. അപ്പം നാളെ വെളുപ്പിനെ ഞങ്ങൾ പോകാനായിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഒരു 4 to 5 ഡേയ്സാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ ഞങ്ങളിവിടെ പാക്കിങ്ങൊക്കെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സൊക്കെ ഞങ്ങളിവിടെ പാക്ക് ചെയ്യാണ്. എൻ്റെ മമ്മിയും ചേച്ചി താഴെ അവർ പാക്കിങ് നടക്കുന്നു. ഞങ്ങളിവിടെ അപ്സ്റ്റേഴ്സിൽ പാക്കിങ് ചെയ്യുകയാണ്. അപ്പം ഞാൻ കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാക്കിയാണെന്ന് നോക്കാം. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരു ജാക്കറ്റും ഒരു സ്വെറ്റ് ഷർട്ടും എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടീഷർട്ട് ഷോർട്ട്സൊക്കെ എടുത്ത് വെച്ചു. ഒരു സ്വെറ്റ് ഷർട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നാളെ പാക്ക് ചെയ്യാനായിട്ടാണ്. നാളെ രാവിലെ പാക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോയി കിടന്നു. അപ്പോൾ ഇവിടെ ലേറ്റായി. ഇവിടെ 12 o'clock കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇവിടെ ഇപ്പം നമുക്ക് ചൂട് സമയമാണ്, തണുപ്പായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് 3/4 എടുത്ത് വെച്ചു. പിന്നെ ജീൻസായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, 3/4. പിന്നെ ഞാൻ കുറച്ച് ടോപ്പ് എടുത്തിട്ടുണ്ട്, ടീഷർട്ടുണ്ട്. പിന്നെ ഒരു ഹാറ്റ് എടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ പേഴ്സണൽ ഐറ്റംസൊക്കെ, മേക്കപ്പ് സാധനങ്ങളൊക്കെ, ഒരു ലോഷന്, സൺസ്ക്രീന്, പിന്നെ നമ്മുടെ ഒരു ഹാറ്റ് എടുത്തിട്ടുണ്ട്. തണുപ്പാണെങ്കിലും ഒന്നോർത്ത് ഹാറ്റ് എടുത്തു. പിന്നെ നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻസോ എന്തെങ്കിലും മെഡിസിൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് കീപ്പ് ചെയ്യാതെ. അപ്പം ഞാൻ കുറച്ച് ടൈനോളൊക്കെ എടുത്തു. നമുക്കിനി പനിയോ ബോഡി പെയിനോ തലവേദനയൊക്കെ വന്നെങ്കിലോ എന്നോർത്ത് നമ്മളൊരു മുൻകരുതലായിട്ട് കുറച്ച് പെയിൻ മെഡിസിനും അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസൊക്കെ എടുത്ത് വെക്കുക. പിന്നെ എനിക്കൊരു സൺഗ്ലാസ് എടുക്കണം. പിന്നെ ഞാനൊരു സ്ലിപ്പർ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെറിയ സ്ലിപ്പർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഇനിയും രാവിലെ നമ്മൾ ബാക്കിയും കൂടെ ഫിനിഷ് ചെയ്ത് നമ്മൾ വെളുപ്പിനെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണേ. അപ്പം നമ്മളൊന്നും അപ്പം മറക്കത്തില്ല. നമുക്ക് എടുത്ത് വെക്കുന്ന സാധനങ്ങൾ ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ ഞാൻ കുറേ നാളും കൊണ്ട് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പാക്കിങ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മറക്കത്തില്ല. എല്ലാ സാധനവും നമുക്ക് റെഡിയാക്കി കൊണ്ടുപോകാം. അപ്പോൾ ഒരു കുഞ്ഞ് പാക്കിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി ഞാനും കിടക്കാൻ പോവുകയാണ്. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി നമുക്ക് പാക്ക് ചെയ്യാനുള്ളതൊക്കെ പെട്ടെന്ന് നമ്മുടെ ലിസ്റ്റ് നോക്കി എടുത്തു വെച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ ഇറങ്ങണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ട്രാഫിക്കായി പോവും. പ്രത്യേകിച്ച് നാളെ മൺഡേ ആണ്. ഇനി വീഡിയോ ഒക്കെ എന്നാ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാനൊക്കെ ലേറ്റായിട്ടായിരിക്കും. അപ്പം നാളെ മൺഡേയും കൂടി ആയിട്ട് മോർണിംഗിന് ജോലിക്കൊക്കെ എല്ലാവരും പോകുന്ന തിരക്കായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നമ്മളിവിടുന്ന് കവർ ചെയ്ത് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോ ഞാൻ പോകുന്നതിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ബൈ. പിന്നെ നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പം ഒന്നുകിൽ നമ്മൾ ഫ്ലൈ ചെയ്ത് പോകും, അല്ല പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ട്രെയിന് പോകും. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകും. പക്ഷേ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റായിട്ട് ഞങ്ങൾ ഷിപ്പിലാണ് പോയത്, ക്രൂസ്. അതിങ്ങനെ ഒത്തിരി എൻ്റെ ഷോർട്സ് ഇട്ടു. ഇനി വീഡിയോസൊക്കെ ഇടാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓണം അത് കഴിഞ്ഞപ്പോൾ ഇതിന് വന്നു. അങ്ങനെ നമ്മുടെ ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കും എല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി. ഇനി അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്.
അവിടെ അർക്കൻസാസ് ആൻഡ് മിസോറി ബ്രാൻസൺ ഒത്തിരി നല്ല അടിപൊളി നമുക്ക് നേച്ചറൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അർക്കൻസാസിലൊക്കെ. അപ്പം ഞങ്ങൾ അവിടെ നേരത്തെ പോയിട്ടുള്ളതാണ്. അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരെയും കൊണ്ട് ഒന്നുകൂടി അങ്ങോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് നമ്മുടെ ബൈബിളിലെ കുറച്ച് സ്റ്റോറിയുടെ ഷോസൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ കാണാനായിട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പാർക്കും ഗാർഡൻസും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. ആ കൂട്ടത്തിൽ എല്ലാം നിങ്ങളെയും കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് 4 ദിവസം സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെയും ഹാലേലുയായിരിക്കാൻ സ്വർഗ്ഗത്തിലെ പിതാവ് സഹായിക്കണം. കർത്താവിൻ്റെ പൊന്നുകാര്യങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ കർത്താവെ ഞങ്ങളെയും ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തെയും ഞങ്ങളായിരിക്കുന്ന അനുഗ്രഹിക്കണം. കർത്താവെ ഹല്ലേലൂയ ഭവനത്തിലെത്തോളം അവിടുത്തെ തിരുസാന്നിധ്യം മറവിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ. അപ്പോൾ കർത്താവിൻ്റെ പൊന്നുകാര്യങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ച ഏൽപ്പിക്കുന്നു. നാട്ടിലായിരിക്കും ദൈവമേ അമ്മക്കുട്ടിയെ ദൈവകാര്യങ്ങളെ ഏൽപ്പിക്കുന്നു, അവളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി, ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. നല്ല അടിപൊളി ട്രാഫിക് ഉണ്ട്. ഞങ്ങൾ പോകുന്ന സൈഡിൽ ട്രാഫിക് കുറവാണ്. അമ്മയും ചേച്ചിയൊക്കെ പുറകിലുണ്ട്. അതിന് വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ രാത്രി മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലായിടും വെറ്റായി കിടക്കുകയാണ്. ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സൺറൈസാണ്, വലിയ സൺ വരുന്നുണ്ട്. രാവിലെയുള്ള വലിയ വലിയ ട്രക്കെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. മുഴുവൻ ബ്ലോക്കാണ് ഈ സൈഡ്. ഞങ്ങൾ പോകുന്ന സൈഡ് കുഴപ്പമില്ല, അത് ക്ലിയറായി. അവിടെ മുഴുവൻ ബ്ലോക്കായി. ഹോഴ്സ് ഉണ്ട്, ഹോഴ്സ് കുതിര. ഇവിടെയെല്ലാം ഫാം ഏരിയ. ഞങ്ങളിങ്ങനെ ഹൈവേയിൽ പോവുകയാണ്. ഇപ്പോൾ ട്രാഫിക് എല്ലാം വേണ്ട, നല്ല സുഖമാണ് പോകാൻ. വിജനമായ സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുക, കുറച്ച് വണ്ടിയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഒരു റെസ്റ്റ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇച്ചിരി ഒരു ബ്രേക്ക് എടുത്തിട്ട് പോകാം. നല്ല റെസ്റ്റ് ഏരിയ. ഞങ്ങളിവിടെ റെസ്റ്റിംഗ് ഏരിയയിൽ ഇറങ്ങി നമുക്ക് ഫുഡൊക്കെ കയ്യിലുള്ളവർക്ക് ഇരുന്ന് കഴിക്കാം. പിന്നെ ഇവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. ഒരു പൂച്ചയുണ്ട് ഇവിടെ. ഇവിടെ ഒരു മ്യൂസിയം പോലെ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റെസ്റ്റ് റൂമുണ്ട്, പോയി നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ എടുക്കണം, സ്നാക്സ്, ഡ്രിങ്ക്സ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകണം. ഇത് ട്രക്ക് ഇടുന്ന സ്ഥലമാണ്. ട്രക്കെല്ലാം ദാറ്റ് സൈഡ്, കാറും അതുപോലെ ചെറുതൊക്കെ റിസീവ് ചെയ്യുന്നില്ല ഇവിടെ. അയ്യോ, ഇത്ര ട്രക്കാണ് കിടക്കുന്നത്. കുറേ കറുത്ത പശുക്കളുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും പോവുകയാണ്. ഞങ്ങളുടെ മുമ്പിലൊരു ചിക്കൻ ലോറിയുണ്ട്, ചിക്കനെയും കൊണ്ട് പോകും, നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്, സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ചുമ്മാ കിടക്കുകയാണ്. ഇതിനകത്തൊക്കെ കൃഷി, ഫാം ഏരിയ, ഇതിനകത്ത് പശുക്കളൊക്കെ പുല്ല് തിന്നുന്നു. ഞാൻ ഇടയ്ക്ക് ശാന്തതയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരുന്നതാണ്. Everybody want to relax, come here. Winfield Millers Co. നമ്മളിതൊരു അടിപൊളി വ്യൂ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വളവാണ് ഇവിടെ. ടേണിങ്, മൊത്തം ടേണിങ്. കുട വെച്ച പോലെ നിൽക്കുകയാണ് ട്രീ. പോയി ടണലിലേക്ക് കയറുകയാണ്. അതെ, അതാണ് ഗോയിങ് ത്രൂ ദ മൗണ്ടൻ.
പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അർക്കൻസാസ്. ഓ വാ, കുത്തനെ കയറ്റം കയറ്റം കയറ്റം. ഇങ്ങനെ കേറുക ഇറങ്ങുക, കേറുക ഇറങ്ങുക. അവിടെ പോയില്ലേ പശുവിന്റെ തീറ്റി കച്ചി. ഞങ്ങള് ഹോട്ടലിന്റെ അടുത്ത് എത്താറായി. വിതിൻ 2 minutes വേറെ ഹോട്ടൽ. അതാ അല്ല വൈറ്റ്. ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. എയർപോർട്ട് അങ്ങനെ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ നമുക്ക് അകത്ത് പോകാം. ചെക്ക് ഇൻ ചെയ്തിട്ട് ലഗേജൊക്കെ ആയിട്ട് റൂമിലേക്ക് പോകാം. ഇവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ അമ്മയും ചേച്ചിയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് പോവാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പം ബാക്ക് സൈഡിലാണ് വന്നിരിക്കുന്നത് ഹോട്ടലിൻ്റെ. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മുടെ റൂമിലോട്ട് ഈസി ആക്സസ് ഇവിടെ നിന്നാണ്. അപ്പം നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ലിഫ്റ്റ് വഴി റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ നമ്മുടെ റൂം ടൂറാണ്. ഞങ്ങൾക്ക് 2 ക്യൂൻ സൈസ് ബെഡുണ്ട്. ലോട്ട്സ് ഓഫ് പില്ലോസ് വെച്ചിട്ടുണ്ട്. 4 പില്ലോസ് വെച്ച് ഒരാൾക്ക് 2 പില്ലോ വെച്ചിട്ടുണ്ട് അവർ. പിന്നെ നമുക്കിവിടെ 2 ചെയറ്, ഇവിടെ ഒരു മിനി ഫ്രിഡ്ജുണ്ട്, മൈക്രോവേവ് ഉണ്ട്, TV, ഇവിടെ ഒരു ചെറിയ ഡ്രോയറൊക്കെ ആയിട്ട് ഒരു ടേബിളെല്ലാം ആയിട്ട് സെറ്റപ്പ് ഉണ്ട്. TV സ്റ്റാൻഡൊക്കെ കൂടി അങ്ങനെയുണ്ട്. പിന്നെ അയൺ ബോക്സ് ഉണ്ട്. ഇതൊരു വലിയ റൂമാണ്. പിന്നെ ഇവിടെ 2 പിക്ചറൊക്കെ വെച്ച് ഇങ്ങനെ. പിന്നെ അവിടെ ഉണ്ട് ഫോണും, ഇവിടെ ഫോണ്, ടൈമറ്, അവിടെ ഉണ്ടൊന്ന് കബോർഡ് ആയിട്ടൊരു നൈറ്റ് സ്റ്റാൻഡ്. നൈറ്റ് സ്റ്റാൻഡ് ഞങ്ങൾ വിളിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ വെച്ചു. വാട്ടർമെലോൺ ആൻഡ് ഗ്രേപ്സ്. മൈക്രോവേവിന് ഇപ്പം ഞങ്ങൾ കോഫിയൊക്കെ ചൂടാക്കി. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു അയൺ ചെയ്യാനായിട്ടൊരു ബോർഡുണ്ട്, അയൺ ബോർഡുണ്ട്. പിന്നെ അയൺ ബോക്സ് ഉണ്ട്, ഹാങ്ങറുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മുടെ സിങ്കിൻ്റെ സൈഡിലായിട്ട് ഒരു കോഫി മേക്കർ വെച്ചിരിക്കുന്നു. പിന്നെ റെസ്റ്റ് റൂം, ഷവറെല്ലാം ആയിട്ട് എല്ലാ ഇഷ്ടങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കോഫിയൊക്കെ എടുത്തു ഞങ്ങൾ കുടിച്ചു. അപ്പം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുക്കുകയാണ്. ഒരു 5 minutes 10 minutes റെസ്റ്റ് എടുത്ത് താഴെ പോയി ലഗേജെല്ലാം എടുത്തുകൊണ്ട് വരണം. പിന്നെ TV ഒക്കെ ഓണാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞ് ഹോം ടൂർ. ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ അടുത്ത് തന്നെ ബൈബിൾ അവർ തുറന്നു വെച്ചിട്ടുണ്ട്, ഓപ്പൺ ബൈബിൾ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുത്തെ പൂള്, ഹോട്ടൽ പൂൾ. കണ്ടവർക്കൊക്കെ സ്വിമ്മിങ് ചെയ്യാൻ ഇറങ്ങാം, നമുക്ക് പോയിരിക്കാം പൂളിൽ. അപ്പോൾ ഇനിവേ ഞങ്ങളിവിടെ ഒക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കാണുകയാണ്. ഈവനിങ് ആയി, അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ റൗണ്ട് ഏറിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടോ, കുത്തനെ കിടക്കുക താവോട്ട്. ഇതാണ് അർക്കൻസാസിലെ സ്ഥലങ്ങളുടെ കിടപ്പ്. നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡ് വശങ്ങളൊക്കെയാണ്, സമീപ സ്ഥലങ്ങളാണ്.
പിള്ളേരോട്. ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ അറൗണ്ട് ഏരിയ ഒക്കെ കാണുകയാണ്. ഇവിടെ ഇങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡാണ് അതിലേക്ക് നടന്ന് വരുന്നത്. താഴെക്കൂടി എല്ലാം പോയി. അമ്മയും ചേച്ചി ഇറങ്ങി വന്നില്ല. ഇവിടെ തെന്നി എങ്ങാനും വീണെങ്കിലും നിർത്തുണ്ട്. അമ്മയും കൊണ്ട് വന്നില്ല ഇങ്ങോട്ട്. ഞങ്ങളിവിടെ ഇറങ്ങി നോക്കിയിട്ട് വന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ഫൗണ്ടനും ഉണ്ട്. ഇങ്ങനെ കുറച്ച് സ്റ്റാച്യൂസിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാച്ചു ഉണ്ട്. 2 ജീവനുള്ള സ്റ്റാച്യൂസ് അവിടെ നിൽപ്പുണ്ട്.